കാലത്തേക്ക് പറഞ്ഞതല്ലേ എന്ന് സംശയം പെടാൻ സാധ്യതയുണ്ട്. അതും ശരിയല്ല. കാരണം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹയാത്തി, ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള കാലഘട്ടം ഖൈറുല്ലക്കും, എന്നിൽ കൂടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള കാലഘട്ടം ആണ്. മമാതി, ഞാൻ നിങ്ങളുടെ രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറി നിൽക്കുന്ന കാലം ഖൈറുല്ലക്കും, അതും എന്നിൽ കൂടെ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള കാലഘട്ടം ആണ്. അമാലുക്കും, നിങ്ങൾ പറയുന്നത്, ചെയ്യുന്നത്, ചിന്തിക്കുന്നത് മുഴുവൻ എൻ്റെ അടുക്കൽ ഹാജറ. മിൻ ഖൈരിൻ, ആ ഹാജറുള്ള വിഷയത്തിൽ, ഹാജരാക്കപ്പെടുന്ന വിഷയത്തിൽ നിങ്ങൾ ചെയ്ത ഖൈറാണോ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. വമാ റഅയ്തു മിൻ ശദ്ദിൻ, നേരെ മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കുരുത്തക്കടാണോ എൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്നത്. ഇസ്തഗ്ഫർതു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കാൻ പറയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ഹയാത്തി, ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള കാലഘട്ടം ഖൈറുല്ലക്കും, അത് നിങ്ങൾക്ക് എന്നിൽ കൂടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള കാലഘട്ടമാണ്. മമാത്തി, നിങ്ങളിൽ നിന്ന് വേറിട്ട് ഞാൻ റഫീഖുൽ അഅലയുടെ സ്വഭാവത്തിലേക്ക് മാറിയ കാലഘട്ടം ഖൈറുല്ലക്കും, അതും നിങ്ങൾക്ക് എന്നിൽ കൂടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള കാലഘട്ടം. അമാലുക്കും, നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ എൻ്റെ അടുക്കൽ ഹാജറ. ആ ഹാജരാക്കപ്പെടുന്നത് ഖൈറാണെങ്കിൽ ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. വമാ റഅയ്തു മിൻ ശദ്ദിൻ, അത് കുരുത്തക്കടാണെങ്കിലോ, അല്ലാഹ് അതാ എൻ്റെ ഉമ്മത്തി അവൻ്റെ അവിവേകം കൊണ്ട് ചെയ്തതാണ്, അതിനാണ് കൊടുത്തു കൊടുക്കണം കേട്ടോ എന്ന് ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കൽ എന്താക്കും, റെക്കമെൻഡ് ചെയ്യും. ഇത് പറയുമ്പോൾ ചിലപ്പോൾ വഹാബി ചിന്തിക്കുന്നുണ്ടാവും, ഈ ഹദീസ് അത്രമാത്രം ബലപ്പെട്ടതാണോ എന്ന്. അപ്പോൾ എനിക്ക് ആ വഹാബിനോട് പറയാനുള്ളത്, റസൂലുള്ളാഹി ഇതൊരു ആയത്തിന്റെ വിശദീകരണമായി പറഞ്ഞതാ. എന്താണ് ആ ആയത്ത്? യഅമലു, തങ്ങൾ പറയും, യഅമലു, നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോളി, ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളി, ഓർക്കാനുള്ളതൊക്കെ ഓർത്തോളി. ഫസയറല്ലാഹ്, അതൊക്കെ അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോ? എപ്പോഴും, എന്നും, എപ്പോഴും. നിങ്ങൾ എന്ത് ചെയ്താലും അത് റസൂലുള്ളാഹി കാണുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാലും റസൂലുള്ളാഹി കേൾക്കുന്നു. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും റസൂലുള്ളാഹി അത് കാണുന്നു. അള്ളയാണല്ലോ പറയണത്. ഇതിന്റെ ഒരു വ്യാഖ്യാനം എന്ന നിലക്കാ റസൂലുള്ളാഹി പറഞ്ഞത്, ഹയാത്തി, ഞാൻ ഉള്ളപ്പോഴും മമാത്തി ഇല്ലാത്തപ്പോഴും നിങ്ങൾക്ക് എന്നിൽ കൂടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാം എന്ന് പറയുന്നത്. അപ്പൊ ഇർത്തക്കബത്ത് ചൊല്ലിന്റെ പേരിലേ ഒരാൾ നരകത്തിലേക്ക് പോകും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മണ്ടത്തരം എന്നല്ലാതെ അതിന് വേറെ വാക്കുകൾ പ്രയോഗിക്കാനില്ല. അബ്ദുക്കൽ മിസ്കീനു എന്ന് റസൂലുള്ളാഹിയെ കൊണ്ട് നമ്മെ വിളിപ്പിച്ചു. ആ വിളി അനുസരിച്ച് നാം റസൂലിനോട് തങ്ങളുടെ സാധുവായ അടിമ എന്ന് പറഞ്ഞാൽ അത് ഇലാഹാക്കലാകും എന്ന് വരികയാണെങ്കിൽ ആ ഇലാഹാക്കാന് നമ്മളോട് റസൂലുള്ളാഹി പഠിപ്പിച്ചതാ. ഇതൊന്നും നിങ്ങൾ പറഞ്ഞ് ഞങ്ങളെ നിങ്ങൾക്ക് മുശ്രിക്കാക്കാൻ എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി നോക്കാം. ഇതേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളൂ. ഈ പറഞ്ഞ എല്ലാ വിഷയത്തിലും, ഏത് വിഷയത്തിലും എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും ഇനി അത് തീർക്കാനുള്ള സമയമാണ്. അതിന് അവസരം തന്നുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിന് അർഹമായ മറുപടി ആയിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഇവിടെ ഒഴിഞ്ഞിരിക്കുന്നു. ഉപചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, മറുപടി നമുക്ക് നൽകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു,
ഈ പരിപാടിക്ക് നമ്മുടെ ചെറുപ്പക്കാരെ അധ്വാനിച്ചത് മുഴുവൻ മുതലായി. ബഹുമാനപ്പെട്ട അലി ഉസ്താദിനോട് ചോദിച്ച ചോദ്യത്തിന് ഉസ്താദ് നൽകിയ ഉത്തരം കടന്നു പോകാത്ത മേഖലകളില്ല. അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യണൊക്കെ കാണോ ഇല്ലേ എല്ലാം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പേടി എന്താ അറിയോ, ഈ ഉത്തരം കേട്ടപ്പോൾ ഞാൻ ചോദിക്കാൻ വരുമോ എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇനി പറയുന്നത്. ഇത് ലാസ്റ്റ് ചോദിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൂ, ഉദ്ഘാടനം ലാസ്റ്റ് നടത്തിച്ചാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഓരോ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നോക്കി നിങ്ങൾ എല്ലാം നമുക്ക് തീരും. ഇനി നിങ്ങൾക്ക് ഇതിൽ ഉസ്താദ് ഇപ്പോൾ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം അങ്ങനെയല്ല, ഹദീസിന് ഇന്ന കുഴപ്പമുണ്ട്, ഇതൊന്നും റോട്ടിൽ നിന്നല്ല പറയണ്ടത്, ഇവിടെ ഇരുന്ന് പറയാം നമുക്ക് എന്താ കുഴപ്പം. ഹദീസിൻ്റെ അർത്ഥം അങ്ങനെയല്ല, നബി മരിച്ചാലും ഇങ്ങനെ കടന്നിട്ടൊക്കെ കാണുന്നല്ല, അതൊന്നുമല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ ശരി, ചോദ്യം ചെയ്യാലോ, നിങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടാലോ. അതാണ് സൗഹൃദം. ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു മുഖാമുഖം നടത്താൻ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു. കേരളത്തിൽ കഴിയുന്ന ഏക പ്രസ്ഥാനം സമസ്ത കേരള സുന്നി യുവജന സംഘം SSF പോലെയുള്ള പ്രസ്ഥാനമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ മഹത്തായ ആദർശം അതാണ് നമ്മൾ നമ്മൾ ഇവിടെ സമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ അവർക്ക് വരാം. ഇനി ഇല്ല, ചോദിക്കാൻ മനസ്സ് കരുതി വന്നതൊക്കെ ഈ ഒരൊറ്റ ഉത്തരത്തിൽ 8 നിലയിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന വലിയ കൊമ്പം മൗലവിമാര് നിങ്ങൾക്ക് വിളിച്ചു കൊണ്ടുവരാം, ചോദിക്കാം. ഈ ലഘുലേഖ ഇമാതിരി പ്രകൃതി മലിനീകരണമൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഈ നാട്ടിൽ കൂടെ ഒക്കെ വിതരണം ചെയ്യണ്ടേ? നിങ്ങൾ അതിൽ എഴുതിയത് മുഴുവൻ നോണയാണ്, പച്ച നോണയാണ്. സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി പച്ച കള്ളങ്ങൾ പറഞ്ഞതാ. അല്ലെങ്കിൽ നിങ്ങൾ വരി നിങ്ങൾ എന്നിട്ട് ചോദിക്കും. നിങ്ങൾ ചോദിക്കും, ഇനി ഇതിലപ്പുറം ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിളിക്കുക? ദയവ് ചെയ്ത് നിങ്ങൾ വരൂ. നിങ്ങൾക്ക് പൂർണ്ണമായി നിങ്ങൾക്ക് സംരക്ഷണം തരും. നിങ്ങൾക്ക് വരാം, ചോദിക്കാം. ഇപ്പൊ ഒരു അബുദുക്കൽ മിസ്കീന്റെ മാത്രമാണ് വിശദീകരണം. ഇർത്തകബുത്തുക്കല്ലേ, നബിനോട് ദോഷം പൊറുക്കാൻ പറയണില്ലേ? വരി. മായിൽ അങ്ങനല്ലേ ഇങ്ങനല്ലേ പലതുമില്ലേ? വരി. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നോക്കാം ഒരു തലക്കെന്ന്. നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഈ ഉസ്താദുമാര് ഇൻഷാ അല്ലാഹ് എത്ര സമയം ഇരിക്കാൻ തയ്യാറാണ്. അല്യോമ അക്മൽതുലക്കൊക്കെ ഖുർആനിലുള്ളതല്ലേ, വരാലോ. നബി ഇതിനപ്പം 8 നിലയിൽ പൊട്ടാൻ പോകല്ലേ? നബിന്റെ കാലത്ത് ഇങ്ങനെ ആഘോഷമില്ലല്ലോ. ആയിഷ ബീവി നബിന്റെ കാലശേഷം എത്ര 48 കൊല്ലല്ലേ ജീവിച്ച്, ഒറ്റ നബിദിനെ ആഘോഷിച്ചിട്ടില്ല. പെരിങ്ങള് എന്താണ് ഇസ്ലാമിക എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാൻ ഇത്രയും സൗഹൃദത്തിലല്ലേ നമ്മൾ വിളിക്കുന്നത്? ഇത്രയും സൗഹൃദത്തിൽ നബാത്തി കുത്തുബയിലില്ലല്ലോ, 4 ഇമാമിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ഉലഫാ റാഷിദീങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. മാസത്തിന്റെ മഹത്വം, ദിവസത്തിന്റെ മഹത്വം, സമയത്തിന്റെ മഹത്വം ഇതൊക്കെ റസൂൽ പഠിപ്പിച്ചെന്നിട്ടില്ലേ? ഓരോന്നിനും പ്രത്യേകമായി തലവാചകങ്ങൾ ഹദീസ് കാണാൻ കഴിയുന്നില്ലേ? അവിടുന്ന് റബീഉൽ അവ്വലിന്റെ മഹത്വം പറഞ്ഞിട്ടില്ലല്ലോ. വരി ഇതല്ലേക്കാ സംശയം, നമുക്ക് തീർക്കാം. അതാണ് നമ്മൾ പറയുന്നത്. ഒരു ചർച്ച ഇങ്ങനെ നടക്കുന്ന സമയത്ത് 10 മിനിറ്റ് വേണ്ടാന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. 10 മിനിറ്റിന്റെ ആവശ്യമില്ല. കാരണം ഇങ്ങനെ നടക്കുന്നത് എന്താ, സാധാരണക്കാർ തെറ്റിദ്ധരിക്കരുത്. ഒരു ലഘുലേഖ വായിക്കുമ്പോൾ, ഒരു CD കാണുമ്പോൾ ഈ ആയത്തിന് അവർ പറഞ്ഞ അർത്ഥാണ് ശരി എന്നുള്ള എന്താ തെളിവ്? ഈ ഹദീസിന് അവർ പറഞ്ഞ അർത്ഥാണ് ശരി എന്നുള്ളതിന് എന്താ തെളിവ്? അതുണ്ടോ? എന്തെങ്കിലും വ്യാഖ്യാനം കൊടുക്കലുണ്ടോ? ഞങ്ങൾ ഈ പറഞ്ഞ അർത്ഥത ഇന്ന ഒരു പണ്ഡിതനെ ഉദ്ധരിച്ചിട്ടാണ് നോൽക്കുണ്ടോ? ഓരോരുത്തരും അർത്ഥം ഇങ്ങനെ കൊടുക്കണ്ടേ? അതങ്ങനെയാണ് ഓരോ പരിപാടിയൊക്കെ ഉള്ളത്. ആയത്തും ഹദീസും ഇങ്ങനെ പറയും, അർത്ഥം അങ്ങനെ പറയുകയും ചെയ്യും. അതൊന്നും യാതൊരു ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവാറില്ല. അത് അവർക്ക് നന്നായിട്ട് അറിയും. അപ്പൊ അവരെ വലിയ നേതാക്കന്മാർ പറയും പോണ്ട, ചോദിച്ചണ്ടാന്ന്. ഇതിലങ്ങനെയല്ല, ഒരാൾക്ക് തന്നെ ഫുള്ള് വേണമെങ്കിൽ അയാൾക്ക് തന്നെ ചോദിക്കാം. പക്ഷേ എത്ര ഉപചോദ്യങ്ങൾ വേണമെങ്കിലും അയാൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് മൗലിദ് ചെല്ലാൻ പറ്റുമോ? മാല ചെല്ലാൻ പറ്റുമോ? നബിദിനാഘോഷി ഈ അരിയൂര് മഹലിലെ എത്ര വിശ്വാസികൾ നബിദിന റാലി പങ്കെടുക്കുന്നവരാ? ഈ വിമർശനങ്ങളാണ് ഈ അരിയൂരിലെ മഹലിലുള്ള വിവിധ നബിദിന പരിപാടികളൊക്കെ ഉഷാറാകാറ്. വിമർശനം കൂടുന്തോറും വലുതായതാണ്. അതുകൊണ്ട് അവരൊക്കെ അതിന്റെ പേരിൽ മുശ്രിക്കാണ്, അവരൊക്കെ അതിന്റെ പേരിൽ ഇസ്ലാം ദീൻ തിരിയാത്തവരാന്ന് പറഞ്ഞ് നല്ല പിള്ള ചമയുന്ന ആളുകളെയാ ഞങ്ങൾ വിളിക്കുന്നത്. സ്നേഹപൂർവമാ വിളിക്കുന്നത്, വളരെ സന്തോഷപൂർവമാ വിളിക്കുന്നത്. നിങ്ങൾക്ക് വരാം, ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തൂ. ഇതിന്റെ മറുപടി എന്ന് പറയുന്നത് ഇനി എപ്പോഴെങ്കിലും വന്നിട്ട് ഒരു പൊളിച്ചെഴുത്ത് പറഞ്ഞിട്ട് ഒരാൾ തെരുവെന്ന് പ്രസംഗിക്കലല്ല. അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാ. അതല്ല ഇതിന്റെ മറുപടി. അതിന്റെ മറുപടി അങ്ങനെയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓപ്പണായി സംശയം തീരുവോളം മറുപടി പറയാനുള്ള ഒരു വേദി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അത് സുന്നി മക്കളുടെ വേദി മാത്രമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതില്ലാതെ മറ്റുള്ള ആളുകൾക്ക് കഴിയൂല.
റേഡിയോന്റെ മദ്ഹബാണ്. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഫുലാൻ വട്ടപ്പാറ വളവിൽ ലോറി മറിഞ്ഞു എപ്പോ ഒന്ന് റേഡിയോത്തിനോട് ചോദിക്കാൻ പറ്റൂല. അതേപോലെ ഇവരുടെ പരിപാടിയും അങ്ങനെയാണ് ആവാറുള്ളത്. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാം, തിരുത്തപ്പെടാം, എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. മറുപടി പറയാൻ ഒരുപാട് ഉസ്താദുമാരുണ്ട്, നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുമുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഡോക്ടർ സാക്കിർ നായിക്കിൻ്റെ പല ആശയങ്ങളുമായിട്ട് ചെറുപ്പക്കാർ വളരെയധികം നെറ്റിലൂടെയൊക്കെ എന്തെങ്കിലും ഇസ്ലാം മതമായി സംശയങ്ങൾ വന്നാൽ നെറ്റിലൂടെ സാക്കിർ നായിക്കിൻ്റെ മറുപടി, അതായത് അദ്ദേഹം പറയുന്ന ആശയങ്ങൾ കാണിച്ചു വന്നുകൊണ്ട് നമ്മെ മറുപടി പറയാറുണ്ട്. ഈ സാക്കിർ നായിക്കിന്റെ നിലപാട് എന്താണ്? അദ്ദേഹം കുറെ ആളുകളെ മുസ്ലിമാക്കുന്നു, അങ്ങനെ അയാൾ ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നതായിട്ട് കേൾക്കുന്നു. എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഉസ്താദിനോട് ആദരപൂർവ്വം ചോദിക്കുന്നു. ആദർശപരമായ വിഷയങ്ങളിൽ, ആചാര അനുഷ്ഠാന കർമ്മ വിശ്വാസ സംഹിതകളിൽ സുന്നികളും നോൺ സുന്നികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അതിലെ നിജസ്ഥിതി സമൂഹം അറിയുക എന്നതാണ് ഇവിടെയുള്ള ഈ ചോദ്യോത്തര വേദി കൊണ്ട് അർത്ഥമാക്കുന്നത്. സുഹൃത്ത് ആദർശപരമായ ചോദ്യമൊന്നും അദ്ദേഹത്തിന്റെ ഊഴത്തിൽ കണ്ടില്ല. ഒരു വ്യക്തിയെക്കുറിച്ച് ജനറൽ മൈൻഡുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിലൂടെ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് പലരും വന്നിട്ടുണ്ടാവാം. അദ്ദേഹം ഓർമ്മശക്തി പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാവാം. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പൂർവികരായ മഹാരഥന്മാർ അവര് പറഞ്ഞു വെച്ച പല ആശയ ആദർശങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആദർശം അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പരിപൂർണമായി ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സത്യാസത്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ വിശിഷ്യ അത്തരം വേദികളിൽ നിന്ന്, അത്തരം വ്യക്തികളിൽ നിന്ന് നിർദ്ദേശിക്കപ്പെടുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളേണ്ടതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കനപ്പെട്ട ഉലമാക്കളും പണ്ഡിതന്മാരും ആലിമീങ്ങളും സ്റ്റേജുകളും പേജുകളും എല്ലാം ഉണ്ടാകുമ്പോൾ അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് ഉണർത്താനുള്ളത്. സുന്നി വിരുദ്ധ ആശയങ്ങൾ പലതും പലപ്പോഴായി അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാനൊരു സുന്നി പ്രവർത്തകനാണ്. ഒരു മുജാഹിദിൽ നിന്ന് കിട്ടിയ ഒരു ചോദ്യമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത്. ആദ്യമായി ചോദിക്കുന്നത്, റബീഉൽ അവൽ 12 നബിദിനത്തിന് റോഡ് ബ്ലോക്കാക്കി നബിദിനത്തിന് റോഡ് ബ്ലോക്കാക്കൽ സുന്നത്തിന് എതിരല്ലേ? തിരുസുന്നത്ത് നടപ്പാക്കേണ്ട സമൂഹം അനാചാരമല്ലേ ചെയ്യുന്നത്? എഴുതിയിരിക്കണ അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വൈവിധ്യങ്ങളായ സുന്നത്തുകൾ നടപ്പാക്കാറുണ്ട്. അതിൽ റോഡ് ബ്ലോക്കാക്കുക എന്ന ഒരു സുന്നത്ത് ഇല്ല. വളരെ അച്ചടക്കത്തോടുകൂടെ കൃത്യമായ രൂപത്തിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി അവിടുന്ന് ദർശിച്ച പ്രകടനം പോലെ തികച്ചും അച്ചടക്കത്തോടു കൂടെയാണ് ഇവിടെ നബിദിനത്തിന്റെ ഘോഷയാത്ര നടക്കാറുള്ളത്. ബ്ലോക്കാക്കാറില്ല. അങ്ങനെ ബ്ലോക്കാക്കണമെന്ന് ആരും നിർദ്ദേശിച്ചിട്ടുമില്ല. കാരണം ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സദഖ ഖാല റസൂലുള്ളാഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത് റോഡിന്റെ ബ്ലോക്ക് തീർക്കുക എന്നത് സുദൃഢമായ നല്ല കാര്യമാണ് എന്നാണ്.
അതുകൊണ്ട് തന്നെ ഒരിക്കലും സുന്നി മക്കൾ അങ്ങനെ ചെയ്യാറില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. തികച്ചും ആചാരത്തിലധിഷ്ഠിതമായി, സുന്നത്തിലധിഷ്ഠിതമായി അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ആശയങ്ങളെ എന്ന് ചെയ്യാറുള്ളൂ. ഒന്ന് മുത്തുനബിയുടെ മദ്ഹ് പറയും, ത്വാലഅൽ ബദ്റു ചൊല്ലും, അതുപോലെയുള്ള ബൈത്തുകൾ ചൊല്ലും, ഗദ്യപദ്യ സമ്മിശ്രമായും അല്ലാതെയും മൗലിദ് പാരായണം നടത്തും. ഈ നിർവഹിക്കുന്ന പ്രവർത്തനം ലാ യസാലു അഹ്ലുൽ ഇസ്ലാം യഹ്തഫിലൂന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസ്യൂതം അനവരതം പൗരാണിക പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങളുടെ കാലഘട്ടം മുതൽ വിശുദ്ധ റബീഉൽ അവ്വൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കഴിഞ്ഞുപോയ മൗലവിമാർ അവരൊക്കെ ആഘോഷിച്ചവരായിരുന്നു. 1952 വരെ അൽമനാറിന്റെ പേജുകൾ വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ടാടാം, അത് നല്ല കാര്യമാണ് എന്ന് പ്രചരിപ്പിച്ച ആളുകൾക്ക് എന്നേ പുതിയ മൗലിദ് വന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള നേരത്തെ ഇവിടെ കാണിച്ച ലഘുലേഖ പോലെയുള്ളത് ഊരി ചുറ്റുന്ന പ്രിയപ്പെട്ട മൗലവിമാരോട് ഉണർത്താനുള്ളത്, KM മൗലവിയുടെ ഖബറിന്റെ പുറത്ത് ഒട്ടിക്കേണ്ട സ്റ്റിക്കറാണ് അത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണം എന്ന പ്രമേയം പാസാക്കിയത് അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിലാണ്. വജബ അശ്ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. ലോകത്ത് ദഅവത്ത് നടക്കുന്ന കാലത്തോളം ഈ മഹത്തായ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ വിനീത സുഹൃത്ത് റഷീദ് സഖാഫി മേലാറ്റൂർ, അദ്ദേഹം ആ വിഷയത്തിൽ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടൊരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ലഭിക്കുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. അതുകൊണ്ട് സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഏകദേശം 300ഓളം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചോദിക്കാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരും സുന്നികൾ തമ്മിൽ 200-നടുത്ത് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ചോദിക്കാവുന്നതാണ്. തബ്ലീഗുകാർക്ക് ചോദിക്കാവുന്നതാണ്, ഖാദിയാനികൾക്ക് ചോദിക്കാവുന്നതാണ്. ഇവിടെ ചോദിക്കാൻ ആർക്കൊക്കെ എന്തൊക്കെ അവസരങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ സംശയങ്ങൾക്ക് നിവാരണം നടത്താൻ സാന്ദർഭികമായി എല്ലാവരെയും ക്ഷണിക്കുന്നതോടൊപ്പം, ഇനി ഞങ്ങൾക്ക് സംശയമില്ല എന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പ്രമാണബദ്ധമായി സ്ഥിരീകരിക്കാൻ പറ്റുന്ന ആർജവമുള്ളവരുണ്ടോ, തന്റെ ഇടമുള്ളവരുണ്ടോ, വിവരമുള്ളവരുണ്ടോ, വിവേകമുള്ളവരുണ്ടോ വെല്ലുവിളിക്കുന്നില്ല, മെല്ലെ വിളിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ കാര്യമായി വിഷയത്തെ പരിഗണിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു, ഉപയോഗപ്പെടുത്തണം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും. എന്റെ പേര് അസ്ലം, ഈ നാട്ടുകാരൻ തന്നെയാണ്. എന്റെ ചോദ്യം മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടല്ല എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ചോദ്യങ്ങളുടെ ദാരിദ്ര്യവും ചോദ്യകർത്താക്കളുടെ ദാരിദ്ര്യവും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സംഘാടകരായ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായ, ഞാൻ പേരെടുത്ത് പറയുന്നു, ഇവിടെ സ്വാഗതം പറഞ്ഞ അമീർ, അതുപോലെ തന്നെ ഹക്കീം, ഷമീർ, കൂടാതെ എന്റെ എല്ലാ ഈ പരിപാടിയുമായി ഇവിടെ സഹകരിച്ച ഓരോരുത്തരും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. ഒരു ചോദ്യം ചോദിക്കണമെന്ന് കരുതി ഈ പരിപാടിക്ക് വന്ന ആളല്ല എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ മതപരമായ ഒരു വിഷയമാണ്. ബഹുമാന്യനായ പണ്ഡിതന്മാരായ റഷീദ് സഖാഫി ഏലംകുളത്തെയും അതുപോലെ തന്നെ എന്റെ നാട്ടുകാരൻ കൂടിയായ ബഹുമാന്യനായ സിദ്ദീഖ് സഖാഫിയെയും ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. വളരെ സൗഹാർദ്ദപരമായ നസീഹത്തോടു കൂടിയുള്ള ഗുണകാംശപരമായ ഒരു മറുപടി മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിഷയവുമായി ചിലപ്പോൾ എന്നല്ല ബന്ധമില്ലെന്ന് വരാം. എന്റെ ചോദ്യം ഇതാണ്, ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ SSF പ്രവർത്തിക്കുന്ന പ്രവർത്തകരൊക്കെ എന്റെ ഉറ്റ സുഹൃത്തുക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ SSFന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ തൊട്ടടുത്ത് കാണുന്ന, ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ഈ പള്ളിയിൽ ഞാൻ വന്ന് നമസ്കരിക്കാറുണ്ട്. ജമാഅത്തായും അല്ലാതെയും നമസ്കരിക്കാറുണ്ട്.
നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു ദിവസം ഈ പള്ളിയിൽ ഇപ്പോൾ മുഅദ്ദിനായ, പക്ഷെ ഇതൊരു പുതുമയുള്ള അനുഭവമായിരുന്നു. അത് ഇവിടുത്തെ സദർ ഉസ്താദ്, ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ 2, 3, 4 തവണ പറഞ്ഞിട്ടും ആ ഉസ്താദ് പോലും അതിനെ എതിർത്തുകൊണ്ട് ഇദ്ദേഹം അറിവില്ലാതെ പറഞ്ഞതാണ്, നീ ഇനിയും പള്ളിയിൽ വരണം, SSFന് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു സ്വാഭാവികമായ സംശയം മാത്രമാണ് ഈ ചോദ്യത്തിന്റെ പിന്നിൽ. എന്റെ ചോദ്യം ഇതാണ്, ഞാനൊരു മുജാഹിദ് ആശയം അംഗീകരിക്കുന്ന ആളാണ്. എനിക്ക് SSFന്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളിയിൽ വേണ്ട, ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് ഈ പള്ളിയിലെങ്കിലും നമസ്കരിക്കാൻ SSFന് അതിനുള്ള അനുമതി ഉണ്ടോ, അതോ നിങ്ങളുടെ ആശയത്തിൽ മുജാഹിദ് പള്ളിയിൽ വരാൻ പാടില്ല എന്നതാണോ എന്റെ സംശയം? ചോദ്യം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം പ്രമാണപരമായ ഒരു വിഷയമല്ല ചോദിച്ചിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയിൽ, വിശേഷിച്ച നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നത് പ്രശ്നമാണോ അല്ലയോ? ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്നോട് സ്വീകരിച്ച ആ സമീപനം ശരിയാണോ അല്ലയോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ ധ്വനി. യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളികളും അവരുടെ ഓരോ ആരാധനാ മേഖലകളും സ്ഥാപനങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരണത്തിന് ഉപയോഗപ്പെടുത്താറുള്ളതാണ്. എന്നാൽ പല ആളുകളും ഇപ്പോൾ മർക്കസ് കോംപ്ലക്സ് പള്ളിയിൽ പലപ്പോഴും നെഞ്ചിന്റെ മുകളിൽ കൈകെട്ടുന്ന മുജാഹിദുകളെ കാണാറുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ആദർശം മാനിച്ച് അവർ വരേണ്ടതുണ്ടോ? അവരുടെ വീക്ഷണ പ്രകാരം സുന്നികൾ അറുത്താൽ ഭക്ഷിക്കാൻ പാടില്ല എന്ന, അവരുടെ വീക്ഷണ പ്രകാരം ഉള്ളടക്കത്തിൽ യാതൊരു തെറ്റുമില്ലാത്ത മൗലിദ് ഓതുകയാണെങ്കിലും മേൽപ്പറയപ്പെട്ട ശിർക്കിൽ നിന്ന് രക്ഷയില്ല എന്ന. അപ്പൊ ഒരു മുശ്രിക്കിനെ തുടർന്ന് നിസ്കരിക്കുക എന്നത്, അതിന് ഒരു സൗകര്യം ഉണ്ടാവുക എന്നത് ലഭിക്കാത്തതിന്റെ പേരിൽ ഖണ്ഡിതപ്പെടേണ്ടതുണ്ടോ, വിഷമിക്കേണ്ടതുണ്ടോ? സുഹൃത്തിനോട് ഒരു അന്വേഷണമാണ്, ചോദ്യമല്ല. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രവർത്തകനാണ് എന്ന് തുറന്ന് സമ്മതിച്ച സ്ഥിതിക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനാലിക സലാസു വൽ ഫിതൻ, ഫിത്നയുടെ ആശയം പുറപ്പെടുന്ന സ്ഥലമാണ് നജ്ദ് എന്ന് പ്രചരിപ്പിച്ച നജ്ദിയൻ ചിന്താധാര മനസ്സിൽ വെച്ച് യമനിന്റെ ചിന്താധാരയെ തിരസ്കരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ആദ്യമായി ആ ഒരു വിഷയത്തിൽ ഒരു പുനർവിചിന്തനം നടത്തിയിട്ട് മതി എനിക്കിവിടെ കയറേണ്ടതുണ്ടോ ഇല്ലേ എന്നത്. മറ്റൊന്ന്, ഈ മദ്രസിന്റെ അടുത്തുള്ള പള്ളിയൊക്കെ ആകുമ്പോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വിരുദ്ധമായി അവർക്ക് ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത പല ആശയങ്ങളും കാണുമ്പോ കുരുന്നു കുഞ്ഞുങ്ങളുടെ മനസ്സ് മലിനമാവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഗുണകാംക്ഷ എന്ന നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണ് എന്ന് പറഞ്ഞപ്പോൾ നിസ്കാര ശേഷം എന്ന് അവിടുന്ന് പറഞ്ഞു, ഒരാൾ ദുആ ഇരുന്ന് ബാക്കിയുള്ളവർ ആമീൻ പറയുകയാണെങ്കിൽ അല്ലാഹു ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു സമയം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥന നിർവഹിക്കുന്നത്, നിരാക്ഷേപം മുൻഗാമികൾ നിർവഹിച്ചു വരുന്നത് കണ്ടുവരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വേറിട്ട കാഴ്ച കാണാനുള്ള സാഹചര്യം ഇല്ലാതെയാവുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായത്. അതിന്റെ അർത്ഥം ഇവിടേക്ക് നിസ്കരിക്കാൻ വന്നാൽ വാളെടുത്ത് വെട്ടുമെന്നോ കല്ലെടുത്ത് എറിയും എന്നോ അല്ല. പ്രിയപ്പെട്ട സുഹൃത്ത്, നിസ്കരിക്കാൻ വരാം, പക്ഷേ അവരവരുടെ ആദർശവും ആശയവും ഒന്ന് പുനർവിചിന്തനത്തിന് വിധേയമാക്കി സഹാബികൾ പഠിപ്പിച്ച, താബിഈങ്ങൾ പഠിപ്പിച്ച ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് എങ്ങനെയാണോ വിശ്വസിച്ച് കാണിച്ചു തന്നത്, അവരുടെ സംസ്കാരം എങ്ങനെയാണ്, പൂർവികർ എങ്ങനെ പഠിപ്പിച്ചു, അതൊന്ന് നോക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, നമ്മുടെ അരിയൂരിലെ ജുമുഅത്ത് പള്ളി, കുമരമ്പത്തൂരിലെ പള്ളി വെള്ളിയാഴ്ച ജുമുഅക്ക് 2 വാങ്കുണ്ട്. ഈ ഇറക്കത്തിലെ പള്ളി വെള്ളിയാഴ്ച ഒരൊറ്റ വാങ്കുള്ളൂ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു
വെള്ളിയാഴ്ച 2 ബാങ്ക് വിളിച്ചവരാണ്. സഹാബത്തിന്റെ നിലപാട് അതാണ്. അങ്ങനെ ഓരോ വിഷയമെടുത്താലും, ഖുത്ബ എടുത്താലും, തറാവീഹ് എടുത്താലും, പൂർവികരായ ആളുകൾ പഠിപ്പിച്ച ഏത് തത്വം എടുത്താലും സഹാബത്തെ കിറാം പാലിച്ച അതേ വിഷയം ഇന്ന് നിർവഹിക്കുന്നവർ സുന്നികൾ മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ തലപ്പാവില്ലാതെ നിസ്കരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ തലപ്പാവില്ലാതെ ഖുത്ബ ഓതിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തെ കിറാം തലമറക്കാതെ അവർ നടന്നിട്ടില്ല. ഇങ്ങനെയൊക്കെയായിട്ടും തലമറക്കാതെ തല തുറന്നിടുക എന്നത് ഖവാരിജിയാക്കളുടെ ലക്ഷണമാണ് എന്ന് ഇബ്നു തൈമിയ്യ പോലും പറഞ്ഞിട്ടും അത്തരം സംസ്കാരമൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട ചിന്താഗതിക്കാരനാവുകയാണോ? തീർച്ചയായും റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തിനോട് സ്നേഹത്തോട് പറയാനുള്ളത്, വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തി കൃത്യമായി മനസ്സിലാക്കി ഇങ്ങനെ പ്രവർത്തകരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യമില്ലാതെ സന്തോഷത്തോടെ, ഐക്യത്തോടെ, സാഹോദര്യത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയാന്ന്. ഇവിടെ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടല്ല ചോദിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളല്ല എന്നോട് പറയേണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യം എനിക്ക് സുന്നി പള്ളിയിൽ, SSFന്റെ പള്ളിയിൽ കയറി നമസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല. ഞാൻ ചോദിച്ചത്, എന്നെ പള്ളി തടയാൻ പാടുണ്ടോ? ഞാനൊരു മുസ്ലിം എന്നതിൽ ഉപരി ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹ മസാജിദല്ലാഹ്. ലാ തംനഉ ഇമാ അല്ലാഹ മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ അടിമകളെ പള്ളി തൊട്ട് തടയരുത്. ഞാനും അടിമയിൽ പെടും. അന അബ്ദുള്ള. അള്ളാഹുവിന്റെ അടിമകളെ പള്ളി തൊട്ട് തടയരുത്. ഒരു മനുഷ്യനെ ചോദ്യം കഴിഞ്ഞിട്ടില്ല. അപ്പൊ പള്ളി തടയാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഉസ്താദ്, ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ വേറെ ആശയങ്ങളൊക്കെ ആകൊണ്ട് സുന്നികളെ ജമാഅത്തായി നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ, അറുക്കാൻ പറ്റുമോ എന്നൊക്കെ, അറുത്ത് ഭക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ ആ പള്ളിയിൽ വന്നിട്ട് ഒറ്റക്കാണ് നിസ്കരിക്കണമെങ്കിലോ ആ പ്രശ്നം ഉദിക്കണില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. ഒരു മനുഷ്യനെ ഈ പ്രവാചകന്റെ ഹദീസ് നിലനിൽക്കുമ്പോൾ ലാ തംനഉ ഇമാ അല്ലാഹ മസാജിദ, അള്ളാഹുവിന്റെ അടിമകളെ പള്ളി തൊട്ട് തൊടരുത്. പള്ളി അള്ളാഹുവിന്റേതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പള്ളി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാനുള്ളതാണ്. ആ നിലക്ക് ഒരു മനുഷ്യനെ, ഒരു മുസൽമാനെ പോട്ടെ, ഞങ്ങൾ അത് അംഗീകരിക്കില്ല, ഒരു മനുഷ്യനെ പള്ളി തടയാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എനിക്ക് വരാൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ളതല്ല. ഇമാ അല്ലാഹ് എന്ന് പറഞ്ഞാല് അമത്തിന്റെ ജമ്മാണ്. അത് സ്ത്രീകൾക്കാണ് ഉപയോഗിക്കാറുള്ളത്. അബ്ദിന്റെ ജമ്മ ഇബാദല്ലാഹ് എന്നുള്ളതാണെന്ന് സുഹൃത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അമത്തിൽപ്പെട്ടതല്ല സുഹൃത്ത്, ആണാണ്, പുരുഷനാണ്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഹദീസിലുള്ള വിഷയത്തെക്കുറിച്ച് സംശയം ചോദിക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പള്ളി തടയാൻ പറ്റുമോ എന്നാണ്, നിസ്കരിക്കാൻ വരുന്ന, അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്ന, മുസ്ലിമിന്റെ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ മുഴുകുന്ന ആളുകളെ പള്ളി തടയാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മിമ്പറിൽ കയറിയിട്ട്, ഞാൻ പേര് പറയുന്ന ആളുകൾ എണീറ്റ് പോവേണ്ടതാണ്, അവർ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല. എന്നും 5 വഖത്ത് നിസ്കരിക്കുന്ന നബി തങ്ങളോട് കൂടെ പള്ളിയിൽ സംബന്ധിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പേര് പറയുന്ന ആളുകൾ എണീറ്റ് പോകണം എന്ന് പറഞ്ഞു. പേര് പറഞ്ഞു ചില ആളുകളെ, അവരെ എണീറ്റ് പോവേണ്ടി വന്നു, ചില ആളുകളെ പറഞ്ഞയക്കേണ്ടി വന്നു. എന്തായിരുന്നു അവരുടെ പ്രശ്നം? അവർ കാപ്പട്യം ഉള്ളിൽ വെച്ച നിഫാഖുള്ളവരാണ് എന്നുള്ളത് കൊണ്ടാണ്. മുനാഫിഖീങ്ങളുടെ ലക്ഷണമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വൈദാ ഖീല ലഹും തആലു യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവറൂസുഹും വറഅയ്തുഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് പറയും, അതുകൊണ്ട് മുത്തുനബിയെ സമീപിക്കൂ എന്ന് പറഞ്ഞാൽ വേണ്ട, ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് എന്ന് പറയലാണ് അവരുടെ ലക്ഷണം എന്നാണ്. മറ്റൊരു ലക്ഷണം കാണാം, ബനു മുസ്തലഖ് യുദ്ധം നടന്ന് തിരിച്ചു വരുന്ന സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാറ്റ് വീശിയപ്പോ ഇത് ഇന്നാലിന്ന കപട വിശ്വാസിയുടെ മരണത്തിന്റെ പേരിലാണ് എന്ന്. എന്നിട്ട് ചോദിച്ചു, അയിന നാക്കത്തി, എന്റെ ഒട്ടക എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ തന്നെ ചില ആളുകൾ
ഒട്ടക എവിടെയെന്ന് അറിയില്ല, അവിടുത്തെ പേരും പറയുന്നുണ്ട് അല്ലേ. സുലൈമി പറഞ്ഞെന്താ, ആയിഷ ബീവി കുണ്ടിൽ വീണപ്പോൾ അറിഞ്ഞില്ല, അപ്പുറത്ത് ചാടിയപ്പോൾ അറിഞ്ഞില്ല, ഉഹദിൽ മുങ്കല്ല് വിട്ട് പറഞ്ഞില്ല. ചില വിഷയങ്ങളെടുത്ത് നബി തങ്ങളുടെ ഇൽമുൽ ഗൈബിനെ ചോദ്യം ചെയ്യുക എന്നത് മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണ്. അത് ഇന്ന് വഹാബികൾക്കുണ്ട്, സൂറത്തിനുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കുണ്ട്. അത്തരം കപട വിശ്വാസികളായ ആളുകളെ പള്ളി വിലക്കിയിട്ട് മാതൃക കാണിച്ചിട്ടുള്ളത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സുന്നികളോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ നുസിസ ലത്തഖ്വ, ലമസ്ജിദുൻ നുസിസ ലത്തഖ്വ, തഖ്വയിൽ അധിഷ്ഠിതമായ ചിന്തയോട് കൂടെ നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന പള്ളിയിൽ ഇത്തരം ആളുകൾ സംബന്ധിക്കേണ്ടതില്ല. കാരണം അവരുടെ ആശയം, ഞാൻ സുഹൃത്ത് മുജാഹിദ് സുഹൃത്താണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നേരത്തെ ആ വിഷയങ്ങൾ സൂചിപ്പിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ മുജാഹിദ് പ്രവർത്തകനാകുമ്പോൾ പിന്നെ സ്വാഭാവികമായി നസീഹത്ത് കൊടുക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും നമ്മുടെ ബാധ്യതയാണ്, അതതിന്റെ ഉത്തരവാദിത്തമാണ്. ചില ആളുകൾ പറയും ഓര് പറഞ്ഞു പൊയ്ക്കോട്ടെ, ഓരങ്ങനെ ആവട്ടെ, എന്തിനാ നിങ്ങൾ വഅദ് പറയണത്? അവരോട് ഖുർആൻ പറഞ്ഞത് വൈദ് ഖാലത്തു ഉമ്മത്തുൽ ലിമ തഅദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും വമുഅദ്ദിബുഹും അദാബൻ ശദീദ ഖാലു മഅദിറതൻ ഇലാ റബ്ബികും വലഅല്ലകും യത്തഖൂൻ ഖാല അല്ലാഹു അസ്സ വജൽ. ചില ആളുകൾ പറയും ലിമ തഅലൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും വമുഅദ്ദിബുഹും അദാബൻ ശദീദ. ഓരോരോ കുയ്യിക്ക് പോകൂലേ, നിങ്ങൾ എന്തിനാ ഖണ്ഡനം നടത്തുന്നത്? നിങ്ങൾ എന്തിനാ മുഖാമുഖം നടത്തുന്നത്? നിങ്ങൾ എന്തിനാണ് സംവാദം നടത്തുന്നത്? ഖാലു, പ്രബോധന മേഖലയിലുള്ള ആളുകളുടെ മറുപടി മഅദിറതൻ ഇലാ റബ്ബികും വലഅല്ലകും യത്തഖൂൻ. ഒരുപക്ഷേ സംബോധിതർ ഈ മറുപടി ഇഷ്ടപ്പെടുന്നില്ല എന്ന് വന്നേക്കാം, എന്നാലും പറയാൻ മടിക്കരുത്, എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. വഅലം, നീ ഉറപ്പിച്ചുകൊള്ളണം, പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ്, അന്ന സാഹിബൽ ബിദ്അത്തി വൽ മദ്ഹബൽ മുഖാലിഫ്, വിരുദ്ധമായ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരും അതുപോലെ ബിദ്അത്തുകാരനും മഹുമാ അഖംത അലൈഹി ദലീല വ അംഹർത ബിൽ ഹുജ്ജ, എത്ര നീ രേഖ വിവരിച്ചാലും എത്ര തെളിവുകൾ പറഞ്ഞു കൊടുത്താലും ലാ യഹ്മിലുക അന്ന ഖൗലക ഹഖ്വൻ വലാ യഹ്മിലുഹു അന്ന ഖൗലക ഹഖ്വൻ, നീ പറയുന്നത് സത്യമാണ് എന്നവർ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല, അവന്റെ മദ്ഹബ് ബാത്തിലാണ് എന്നും അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ അവൻ പറയും വാക്കുകൊണ്ട് നിങ്ങൾ മുൻ കഴിഞ്ഞതാണ് എന്ന് പറയും, എന്നാലും അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. എന്നാലും പറച്ചിൽ നിർത്താൻ പാടില്ല, വിഷയങ്ങൾ വ്യക്തമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തിനൊരു പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം സഹാബത്തിന്റെ ആദർശത്തിന് വിരുദ്ധമാണ് എന്ന്, താബിഈങ്ങളുടെ ആദർശത്തിന് വിരുദ്ധമാണ് എന്ന് മുമ്പിൽ വന്ന സ്ഥിതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി നസീഹത്ത് ചെയ്യൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ ശൈലിയും അതുപോലെ അവരുടെ ബാധ്യതയുമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് വിശദീകരിക്കാനുള്ള കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് തെറ്റിദ്ധരിക്കരുത്, അഖ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം സ്വീകരിച്ച് വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്, അതേ മുൻഗാമികൾ സഞ്ചരിച്ച വഴിത്താരയിലൂടെ സഞ്ചരിച്ച് ഐക്യത്തോടെ സാഹോദര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാന്യനായ ഉസ്താദ് ഒരുപാട് നേരം പ്രസംഗിച്ചു, പക്ഷെ ചോദിച്ച ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞില്ല. ഞാൻ പറയാം ഉസ്താദ്, ചോദിച്ച ചോദ്യത്തിന്, അതായത് മുജാഹിദിന് സുന്നി പള്ളിയിൽ നമസ്കരിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ളതിന് ഒരൊറ്റ സെന്റൻസ് ആയിക്കൊണ്ട്, ജുംലത്തിൽ മുഫീദയായിക്കൊണ്ട് ഒറ്റ സെന്റൻസ്, എത്രയൊന്നും ആവശ്യമല്ല. എന്റെ ചോദ്യം ഇതാണ്, മുജാഹിദിന് സുന്നി പള്ളിയിൽ നമസ്കരിക്കാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, അതിനനുസരിച്ച് പള്ളിയിൽ കയറാമല്ലോ. അതല്ലെങ്കിൽ പാടില്ലെങ്കിൽ ഇല്ല എന്ന്. ഉസ്താദ് ഇവിടെ ശ്രദ്ധിക്കേ, നിങ്ങൾ ഇത്ര നേരം പ്രസംഗിച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ലേ? എന്റെ ചോദ്യം ഇതാണ്, എന്തെങ്കിലും പറഞ്ഞിട്ട് കാലം. എന്റെ ചോദ്യത്തിന് ഉത്തരം, മുജാഹിദിന് സുന്നി പള്ളിയിൽ കയറി നമസ്കരിക്കാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ചോദ്യമൊക്കെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കഥയും കഴമ്പില്ലാത്ത ചോദ്യം ആയതുകൊണ്ടാണത്. അതായത് ഉസ്താദിന്റെ ഉത്തരത്തിൽ അതിനുള്ള ഉത്തരം, പിന്നെ ആ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരനാണ്, അപ്പോൾ അയാൾ മുജാഹിദിൻ്റെ ആശയക്കാരനാണെന്ന് പറഞ്ഞു.
ആശയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉള്ളത് സുന്നി പള്ളിയാണ്. കുറച്ച് അപ്പുറത്തേക്ക് നടന്നാൽ ശരിക്കും എന്ത് ചെയ്യും, മുജാഹിദ് പള്ളിയാണുണ്ട്. പണ്ട് ഉമർ മൗലവിനോട് സൽസബിയിൽ ഒരു ചോദ്യമുണ്ട്. ഉമർ മൗലവിനോട് സൽസബിയിൽ ഒരു ചോദ്യമുണ്ട്. അഥവാ സുബഹിയിൽ കുനൂത്ത് ഓതി നിസ്കരിക്കുന്ന സുന്നി മൊയിലേരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? എൻ്റെ സഹോദരൻ ആ സൽസബിയിൽ വായിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അതൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിൽ പറയുന്നത്, ഈ കുനൂത്ത് ഓതുക എന്ന് പറയുന്നത് മുജാഹിദുകൾ ഇപ്പം പറയുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ്. അവർ 1975 മദ്രസയിലെ പാഠപുസ്തകത്തിലൊക്കെ അമലിയാത്തിൽ കുനൂത്ത് സുന്നത്താണ്, എന്നിട്ട് കുനൂത്തും കൊടുത്തിട്ടുണ്ട്. അന്ന് സുന്നത്താണ്. ഇപ്പോൾ അത് വ്യഭിചാരത്തെക്കാളും കള്ളുകുടിയേക്കാളൊക്കെ വലിയ തെറ്റായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ കുനൂത്ത്, സുബഹിയിൽ കുനൂത്ത് ഓതി നിസ്കരിക്കുന്ന സുന്നി മുസ്ലിയാരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ചോദ്യത്തിന് ഇൻഷാ അല്ലാഹ് അയാൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഈ വിഷയം അറിഞ്ഞിട്ടല്ലേ, ഇവിടെ നടന്ന സംഭവമാണ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇയാൾ ചോദിക്കുമ്പോഴാണ് ഈ സംഭവം തന്നെ അറിയുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഏതായിരുന്നാലും അതിൽ ഉമർ മൗലവി പറഞ്ഞ ഉത്തരവാണ്. എന്താണ് അയാൾ പറയുന്നത് അറിയോ? അയാൾ പറയുന്നത് മുജാഹിദ് സ്വന്തമായിട്ടാണ് നിസ്കരിക്കേണ്ടത്, അഥവാ ഈ മൊയിലേരെ തുറന്ന് നിസ്കരിക്കാൻ പറ്റില്ല എന്നാ. ഇനി അതിന് മുജാഹിദീങ്ങൾ വേറെ ജമാഅത്ത് നടത്താണ് വേണ്ടതെന്നാണ് ഫസ്റ്റ് ഉത്തരം. ഇനി ജമാഅത്ത് നടത്താൻ മാത്രം ഒരു പ്രദേശത്ത് മുജാഹിദ് ഇല്ല എന്ന് വെക്കുക. കേരളത്തിലെ ഒട്ടുമിക്ക മഹല്ലുകളിലും ജമാഅത്തിനുള്ള മുജാഹിദൊന്നും ഇല്ല. ചിലപ്പോൾ ഒറ്റ ആളെ ഉണ്ടാവുള്ളൂ അവിടെ മുജാഹിദ്. ഏറ്റവും ചുരുങ്ങിയത് ജമാഅത്ത് നടക്കുന്ന 2 ആൾ വേണ്ടേ? അപ്പോൾ ജമാഅത്ത് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഉമർ മൗലവി അയാൾക്ക് അടുത്ത ഉത്തരം കൊടുക്കുന്നത്, ചോദ്യത്തിൽ പറഞ്ഞതുപോലെയുള്ള ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. അപ്പോൾ കുനൂത്ത് ഓതി നിസ്കരിക്കുന്ന, ഈ കുനൂത്ത് ഓതിയിട്ട് നിസ്കരിക്കുന്ന ആളെ തുടർന്ന് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. ഇനി അയാൾ തനി ശിർക്കനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പറ്റില്ല. എനിക്ക് അതാണ് ഏറ്റവും മനസ്സിലായി. ഈ തനി ശിർക്കനാന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഈ ശിർക്കനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പറ്റില്ല. ആ സമയത്ത് എന്ത് ചെയ്യണം? ആ സമയത്ത് ഇയാൾ പറയുന്നത് കുനൂത്തിലൊന്നും പങ്കെടുക്കാതെ, കുനൂത്ത് നോയിൽ കൂടാതെ ഇങ്ങനെ ഇയാൾ ഒറ്റയ്ക്ക് നിന്ന് നിസ്കരിച്ചാൽ മതി. ലാസ്റ്റ് ഇതൊന്നല്ല രസം, അത് എടുത്ത് വായിക്കാൻ ഇങ്ങനെ കയ്യിൽ തന്നെ ഉണ്ടത്. ലാസ്റ്റ് ഇയാൾ പറയുന്നത്, കുനൂത്ത് ഓതിയിട്ട് നിസ്കരിക്കണവരാണെങ്കിൽ മനസ്സമാധാനം പോലെ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഓതിയിട്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടുകയാണെങ്കിൽ ഓതി ചെയ്തോളി, അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നിസ്കരിച്ചാൽ എന്നല്ല, വ്യക്തമായ ഒരു കൽപ്പന ഒന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ ഇയാൾ ചോദിച്ച ചോദ്യം ഒരു ചോദ്യമാണ്. എന്ത്? ഒരു മുജാഹിദ് ആശയക്കാരന് ഒരു സുന്നി പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതല്ലേ ചോദ്യം? ഇതിനാണ് ഇപ്പൊ ഉത്തരം. അതിനാണ് ഉസ്താദ് എന്ത് പറഞ്ഞത്? ഈ സുന്നികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ശിർക്ക് ചെയ്യണ മുശ്രിക്കാണ് എന്നാണ് പറയുന്നത്. ആര്? മുജാഹിദീങ്ങൾ. അതാണ് ഇപ്പൊ ഈ സുന്നികൾക്ക് മുജാഹിദീങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞാനിപ്പോ ഈ സുഹൃത്തും തമ്മിൽ ഒരു വെറുപ്പുമില്ല. വ്യക്തിപരമായിട്ട് ഞാനും ആദർശപരമായിട്ടാണ് നമ്മൾ തമ്മിലുള്ള വെറുപ്പ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ, നിങ്ങളുടെ വിശ്വാസപ്രകാരം എന്റെ വിശ്വാസത്തെ നിങ്ങൾ കാണുന്നത് ഞാൻ കടുത്ത മുശ്രിക്കാണ് എന്നാ. മുശ്രിക്ക് എന്ന് പറഞ്ഞാലേ അത് ആരാന്നറിയങ്ങളെ? അബൂജഹലിന്റെ ടീമാണ്. അപ്പൊ ഈ അബൂജഹലിന്റെ, ഉതുബത്തിന്റെ, ശൈബത്തിന്റെ ആൾക്കാരാണ് സുന്നികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെ പിന്നെ ആ സ്നേഹം വെച്ച് പുലർത്താൻ കഴിയും? അതുകൊണ്ട് ഈ മുജാഹിദ് സുഹൃത്ത് ചിന്തിക്കേണ്ടത്, നിങ്ങൾ അങ്ങനെ ഒരു ആശയങ്ങളെ പ്രസ്ഥാനത്തിലുണ്ടോ നിങ്ങൾ ചിന്തിക്കും. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ എന്റെ സുഹൃത്താണ് ഇവിടെ, എങ്ങനെ ഈ നിങ്ങൾ ആ സുഹൃത്ത് സ്വർഗം കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളെ സുഹൃത്തുക്കളായിട്ട് പരിചയപ്പെടുക നിങ്ങൾ സുഹൃത്തുക്കളായിരിക്കാം, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സുന്നികളെ സംബന്ധിച്ച് മുജാഹിദീങ്ങൾ പറയുന്നത് അതാണ്. എന്തിനേറെ പറയുന്ന നിങ്ങള്, EK അസം മുസ്ലിയാർ രോഗശൈലിയിൽ കിടക്കുമ്പോൾ ഉമർ മൗലവി എഴുതിയ കത്ത് എന്റെ സുഹൃത്ത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ കത്തിൽ ഉമർ മൗലവി എഴുതിയത് അസ്ലിം തസ്ലിം. ഉമർ മൗലവി EK അസം മുസ്ലിയാർക്ക് എഴുതിയ കത്തിലുള്ളത് എന്താ? നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആയിക്കോളി മൊയിലേരെ, എന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. EK അസം മുസ്ലിയാർ പച്ച കാഫറ എന്നാണ് അയാൾ പറയുന്നത്. ഇത് അദ്ദേഹത്തോട് ചോദ്യം വന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ കത്ത് എഴുതിയത്? അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്റെ സുഹൃത്ത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ കയ്യിലുണ്ടോ ഉത്തരം. അതിന് അദ്ദേഹം പറഞ്ഞെന്തറിയോ? എനിക്ക് EK അസം മുസ്ലിയാരുടെ ആശയം പരിശോധിച്ചപ്പോൾ പച്ച കാഫറാന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സാധാരണ ഈ സുന്നികളെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ജമാഅത്ത് ആയിട്ട് തുറന്ന് ഞാൻ ചിലപ്പോൾ നിസ്കരിക്കലുണ്ടെന്ന്. ആ സുഹൃത്തിന് മൈക്കൊന്ന് കൊടുക്കും, എനിക്കൊരു സംശയം ചോദിക്കാൻ വേണ്ടിയാ. ഒരു മുശ്രിക്കായ സുന്നി മുശ്രിക്കാണ് മുജാഹിദ് വിശ്വാസപ്രകാരം. ആ മുശ്രിക്കിനെ ഒരു മുസ്ലിമായ മുജാഹിദ് തുടർന്ന് നിസ്കരിക്കുന്നതിന്റെ മതപരമായ വിധി അതെങ്ങനെ, എന്താണ് സംഭവം? എനിക്ക് തിരിഞ്ഞില്ല. അതൊന്ന് ആദ്യം പറഞ്ഞാൽ എനിക്ക് ഒരു ആ ചോദ്യത്തിന് ഞാൻ അടുത്ത ഉത്തരം പറയാൻ പോവാം.
ഞാൻ ചോദിച്ചു മനസ്സിലായോ? അതായത് ഈ പള്ളിയിൽ എന്നല്ല എല്ലാ സുന്നി പള്ളിയിലും ഹദ്ദാദ് ചെല്ലുന്ന, മുഹിയദ്ദീമാല പാടുന്ന, മൗലിദുകൾ ഓതുന്ന, മക്കാമുകളിൽ പോയി സിയാറത്ത് ചെയ്യുന്ന, മഹാത്മാക്കളോട് ഇസ്തിഗാസ ചെയ്യുന്ന, അതുപോലെ തന്നെ പിഞ്ഞാണം എഴുതി കുടിക്കുന്ന, നിങ്ങളുടെ ഭാഷയിലുള്ള അങ്ങനെ അനവധി ശിർക്കുകൾ, ഈ ശിർക്കുകൾ ചെയ്യുന്ന ഒരു മുശ്രിക്കാണ് നിങ്ങളുടെ ഭാഷയിലെ ഒരു പള്ളി ഇമാമ്, ഒരു സുന്നി പള്ളിയിലെ ഇമാം. അയാളെ തുടർന്നിട്ട് അബൂജഹലിനെ തുറന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? അബൂജഹലിനെ തുറന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ ആശയപ്രകാരം ഇങ്ങനെ തുറന്ന് നിസ്കരിക്കുന്നത്? അപ്പൊ ശിർക്കല്ലേ ഇത്? ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ലേ? ആ വഴിയിൽ നിന്നൊന്നും മാറിക്കൊടുത്ത ചോദ്യകർത്താക്കൾ വരികയാണെങ്കിൽ വന്നോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ സുഹൃത്ത് ശ്രദ്ധിക്കണം. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കല്ലേ? അപ്പോൾ ഇപ്പൊ മുജാഹിദീങ്ങൾ പറയുന്നത് എന്താണ് ആ കാര്യം ഒന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു മുജാഹിദ് ആശയക്കാരനാണെന്ന് പറഞ്ഞോണ്ട് അങ്ങയോട് ചോദിക്കണം, ഞാൻ ചോദിക്കൂല. എന്താണ് നിങ്ങളുടെ ഈ വീക്ഷണത്തിൽ എന്താണ് ആ കാര്യം? എനിക്ക് തിരിഞ്ഞില്ല, എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടാത്തൊരു കാര്യമാണ്. ഒന്ന് പറഞ്ഞ സന്തോഷം ഉണ്ടായിരുന്നു. ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ച ആ ചോദ്യത്തിന്റെ കൺക്ലൂഷനിൽ, അതായത് ഒരു തീരുമാനത്തിൽ എത്താനാണ്. എന്റെ ചോദ്യം ലളിതമാണ്. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞു, ചക്ക എന്ന് പറയുമ്പോ മാങ്ങ എന്ന് പറയരുത്. എന്റെ ചോദ്യം ലളിതം. മുജാഹിദിന് സുന്നി പള്ളിയിൽ കയറാൻ ആരെങ്കിലും ഈ ഭയക്കണത്? ഒരു തീരുമാനത്തിലെത്തട്ടെ. തീരുമാനത്തിലെത്തി എനിക്ക് ചേർന്ന് എനിക്ക് എന്റെ പണി നോക്കി പോകാം. മനസ്സിലായില്ലേ? അപ്പൊ പോകാൻ പറ്റുമെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. വെറുതെ എന്തിനാ നമ്മളെ വാല്യുബിൾ ടൈം വെറുതെ ഇവിടെ സ്പെൻഡ് ചെയ്യണത്? ഇത്രയും ആൾക്കാർ ഇവരൊക്കെ കാതോർക്കണത് എന്തിനാണ്? എന്റെ ഈ ചോദ്യത്തിന് പോകാൻ പറ്റുമോ? ചോദ്യം കഴിഞ്ഞാൽ പറയും, അല്ലെങ്കിൽ പറ്റൂല. ഇതറിയാൻ വേണ്ടിയാ ഇതിന്റെ ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പഠിച്ച വയല് മുഴുവൻ കേൾക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇല്ലല്ല. അപ്പൊ അതൊന്ന് പറഞ്ഞാൽ എനിക്ക് പോകാനോ? ശരി, തിരക്കൂടിക്കണം മൂപ്പരിക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോട്ടെ, എനിക്ക് ഇതിലാന്ന്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ സംഭവം ഉണ്ടോ എനിക്കറിയില്ല. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, എന്ത് പള്ളിയിൽ ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ മർക്കസ് AP ഉസ്താദ് എത്ര പള്ളി ഉണ്ടാക്കിയാണ് നിങ്ങൾ? ആ പള്ളിയിലൊക്കെ വരെ നിസ്കരിക്കലുണ്ട്. ഞങ്ങൾ ആരും നിങ്ങൾ പള്ളിക്കൊക്കെ വരണ്ടാന്ന് പറയലില്ല. ഇത് പറയാൻ സാഹചര്യം ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു സ്വഭാവം ഉണ്ടായാലും മുജാഹിദീങ്ങൾക്ക് അതുവരെ ഇമാമിനെ തുറന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൂച്ചനെ ചാക്കിന്ന് പൂച്ചനിട്ട മാതിരി നീച്ചു പോല. അവിടെ പിന്നെ നീക്ക് തിരക്കൊണ്ട് പോണീനല്ല, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് വിചാരിച്ച് പോകുന്നവരായിരിക്കില്ല. അതല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യത്തിന് പോകാം. ഇത് ഇവിടെ പറ്റില്ല, ഇത് വലിയ ചെയ്യുന്ന ഒരു ശിർക്കാണ്. ഇനി മുസ്ലിയാർ ചെയ്യാൻ പോണ ഒരു ശിർക്ക് ചെയ്യാൻ പോണം ഈ അതുകൊണ്ടായിരിക്കും ആ പറഞ്ഞ സഹോദരൻ എന്ത് പറഞ്ഞിട്ടുണ്ടാകുക, ദയവ് ചെയ്ത് ഈ വിഷയത്തിന് എന്തിന് നിങ്ങൾക്ക് പറ്റണ പള്ളി താഴത്തുണ്ടല്ലോ, ഒരു ആവശ്യം അല്ലെങ്കിൽ പിന്നെ അതുവരെ നിങ്ങൾ ദോരക്ക് കൂടിയിലൊക്കെ അവിടെ ഇരിക്കുക കുറച്ചാലോ, എന്നാ പിന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. അതല്ലാതെ മുജാഹിദ് എന്നല്ല, ജമാഅത്തെ ഇസ്ലാമിന്റെയും മുജാഹിദിന്റെ ആൾക്കാരൊക്കെ എല്ലാ പള്ളിയിലും വന്ന് നിസ്കരിക്കലുണ്ട്. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തൊരു കാഴ്ച ഉണ്ടായി. എന്താ നിങ്ങള്, പള്ളിന്റെ വാതിൽ അടച്ചിട്ടിരുന്നു, പുറംപള്ളിയിൽ ഒരാൾ നിസ്കരിക്കുകയാണ്.